ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി മലബാറിൽ അരങ്ങേറിയ ലഹളക്ക്, കലാപത്തിന് 100 വയസ്സ് തികയുകയാണ്. 1921 മലബാർ കലാപം ആ വർഷം പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള ഒരു സമരമോ മുന്നേറ്റമോ അല്ല. ഒരുപാട് പതിറ്റാണ്ടുകൾക്കപ്പുറം ആരംഭിച്ചിട്ടുള്ള ജന്മിത്വത്തിനും ഭൂപ്രഭുത്വത്തിനും അധികാര സംവിധാനങ്ങൾക്കും എതിരായ സമരം അതിന്റെ മൂർധന്യത്തിൽ എത്തുക മാത്രമാണ് 1921 ഉണ്ടായത്. ഖിലാഫത്ത് പ്രസ്ഥാനം കോൺഗ്രസ് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതോടുകൂടി മലബാറിൽ അത് പ്രത്യേകമായിട്ടുള്ള ആവേശത്തിന്റെയും മുന്നേറ്റത്തിന്റെയും സാഹചര്യം ഉണ്ടാക്കി എന്നുള്ളത് ശരിയാണ്. 1921 നടന്ന ഒറ്റപ്പെട്ട സമരമോ മുന്നേറ്റമോ ആയിരുന്നില്ല അന്ന് സംഭവിച്ചത് എന്നാണ് ഞാൻ പറയുന്നതിന്റെ ചുരുക്കം. ജന്മിത്വം, ഭൂപ്രഭുത്വം ലോകത്തിന്റെ ഏത് ദിക്കിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ കുടിയാന്മാരെ, പാവപ്പെട്ട സാധാരണ കർഷകരെ അതിക്രൂരമായി ചൂഷണം ചെയ്തിരുന്നു. ആ ചൂഷണത്തിനെതിരായി വലിയ തോതിലുള്ള ചെറുത്തുനിൽപ്പ് ജന്മിത്വം എവിടെയൊക്കെ നിലനിന്നിരുന്നുവോ അവിടെയൊക്കെ കാലാന്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. മലബാറും അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നില്ല. സാമ്രാജ്യത്വ ശക്തികളോടുള്ള അടങ്ങാത്ത പകയും വിദ്വേഷവും മലബാറിൽ രൂപം കൊള്ളുന്നത് ഈ കാർഷിക സമരങ്ങൾക്കും എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുൻപാണ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്ന് വേണമെങ്കിൽ പറയാം. 1498 വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങിയ അന്ന് മുതൽ വൈദേശിക മേധാവിത്വത്തിനെതിരായ ചെറുത്തുനിൽപ്പിന്റെ ചരിത്രം മലബാറിൽ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അതിനുശേഷം തീരദേശ മേഖലയുടെ അധീശത്വം അറബികളിൽ നിന്ന് പോർച്ചുഗീസുകാർ പിടിച്ചടക്കിയതോടുകൂടി ആയിരക്കണക്കിന് ആളുകളാണ് അവരുടെ പഴയ ലാവണങ്ങളിലേക്ക്, പഴയ അവരുടെ ഉപജീവന മാർഗത്തിലേക്ക് തിരിച്ചുപോയത്. ഇത് കാർഷിക മേഖലയിൽ വലിയ ജനങ്ങളുടെ ആധിക്യം ഉണ്ടാക്കി. ഈ ആധിക്യം കൂടുതൽ ചൂഷണങ്ങൾക്ക് വഴിവെച്ചതോടെ സമരമല്ലാതെ, ചെറുത്തുനിൽപ്പല്ലാതെ, പോരാട്ടമല്ലാതെ കർഷകരുടെ മുന്നിൽ മറ്റു പോംവഴികളില്ലാതെ വന്നു. അങ്ങനെ ആരംഭിച്ചതാണ് ഈ കർഷക സമരങ്ങളെല്ലാം. അത്തംകുരിക്കളും ചെമ്പൻ പോക്കരും ചരിത്രത്തിൽ ഇടം നേടിയ കാർഷിക സമര പോരാളികളാണ്. അന്ന് തുടങ്ങി വിവിധ ഘട്ടങ്ങളിലൂടെ കടന്ന് 1921 എത്തുമ്പോഴാണ് ഈ കർഷക സമരത്തിന്റെ തീച്ചൂളയിൽ ഖിലാഫത്ത് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ആരംഭം എണ്ണയൊഴിക്കുന്നത്. അതോടുകൂടി അതൊരു അഗ്നിയായി ആളിപ്പടരുകയാണ് ഉണ്ടായത്. പല വിധത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. ഇത് കേവലം ഒരു വർഗീയ കലാപം മാത്രമായിരുന്നു എന്നാണ് സംഘപരിവാരങ്ങൾ പണ്ട് മുതലേ പറഞ്ഞുകൊണ്ടിരുന്നത്. വളരെ എക്സാജറേറ്റ് ചെയ്ത കണക്കുകളാണ് അവർ അവതരിപ്പിക്കുന്നത്. 2500-ലധികം ഹിന്ദുക്കൾ കൊല ചെയ്യപ്പെട്ട കലാപമായിരുന്നു മലബാറിൽ നടന്നത് എന്നാണ് അവര് പ്രചരിപ്പിക്കുന്നത്. മലബാർ കാലത്ത് കലാപകാരികൾ ബ്രിട്ടീഷ് അനുകൂലികളായിട്ടുള്ള
ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും നേരിട്ടു എന്നുള്ളത് ശരിയാണ്. ബ്രിട്ടീഷ് അനുകൂലി മുസ്ലിമായി എന്നുള്ളത് കൊണ്ട് അയാളെ ഒഴിവാക്കുകയോ അയാളോട് എന്തെങ്കിലും തരത്തിലുള്ള ദാക്ഷിണ്യം കാണിക്കുകയോ ചെയ്തിട്ടില്ല. തുവൂർ കിണറ്റിൽ കണ്ട മൃതദേഹങ്ങളെ കുറിച്ച് പറയാറുണ്ട്. 32ഓളം മൃതദേഹങ്ങളാണ് അവിടെ നിന്ന് കണ്ടെടുക്കപ്പെട്ടത്. അതിൽ 4 മൃതദേഹങ്ങൾ മുസ്ലിങ്ങളുടേതായിരുന്നു. ഒരു ഗ്രാമത്തിലെ ആളുകൾ ബ്രിട്ടീഷുകാരുടെ ഒറ്റുകാരായി എന്ന് അറിഞ്ഞപ്പോൾ ആ ഗ്രാമവാസികളിൽ ഒറ്റിന് നേതൃത്വം കൊടുത്തവരെ മുഴുവൻ കലാപകാരികൾ വധിച്ചു എന്നുള്ളത് സത്യമാണ്. 4 മുസ്ലിങ്ങളെ വേണമെങ്കിൽ കലാപകാരികൾക്ക് ഒഴിവാക്കാമായിരുന്നല്ലോ. അവരൊഴിവാക്കിയിട്ടില്ല. പഴയ ബ്രിട്ടീഷ് പോലീസ് സേനയിലെ അംഗമായിരുന്ന ചെക്കുട്ടി പോലീസ് റിട്ടയർ ചെയ്ത് തന്റെ വീട്ടിൽ വിശ്രമിക്കുമ്പോൾ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തി ബ്രിട്ടീഷ് ഗവൺമെന്റ് അധികാര സംവിധാനം രഹസ്യങ്ങൾ ചോർത്തിയപ്പോൾ അതിൽ പ്രകോപിതരായ മാപ്പിള കലാപകാരികൾ ആനക്കയത്തെ ചെക്കുട്ടി പോലീസിന്റെ വീട് വളഞ്ഞ് ആക്രമിച്ച് അദ്ദേഹത്തെ കൊല ചെയ്ത് അദ്ദേഹത്തിന്റെ തല കുന്തത്തിൽ നാട്ടി ആനക്കയത്ത് നിന്ന് മഞ്ചേരിയിലേക്ക് ഒരു പ്രകടനം നടത്തിയത് ചരിത്രത്തിൽ ഇടം നേടിയിട്ടുള്ള യാഥാർത്ഥ്യമാണ്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയുടെ നേതൃത്വത്തിലായിരുന്നു ആ ജാഥ നടന്നത്. സത്യത്തിൽ ചെക്കുട്ടി പോലീസിനോട് കലാപകാരികൾ കാണിച്ച ക്രൂരതക്ക് സമാനമായ ക്രൂരത ആ അർത്ഥത്തിൽ പറഞ്ഞാൽ മറ്റൊരാളോടും കലാപകാരികൾ കാണിച്ചിട്ടില്ല. അതിലൂടെ സമരക്കാർ ലക്ഷ്യമിട്ടത് ബ്രിട്ടീഷുകാർക്ക് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ ചോർത്തിക്കൊടുക്കുന്നവരുടെ ഗതി ഇതാകും എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് തന്നെയായിരുന്നു. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇതിനപ്പുറം സംഭവിച്ചിട്ടുണ്ടാകാം, സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ചരിത്ര വസ്തുതകൾ നിഷ്പക്ഷമായി വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഒരു സമരമുഖത്ത് ചിലപ്പോൾ സാമൂഹ്യദ്രോഹികൾ കടന്നു വരികയും അവരാ സമരത്തിന്റെ അന്തസ്സത്തക്ക് വിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളത് കാലാകാലങ്ങളായി എല്ലാ സമരങ്ങളിലും നിലനിൽക്കുന്ന കാര്യമാണ്. ജനകീയ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരുപാട് ബന്ധുകൾ സമരങ്ങൾ നമ്മളുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. ആ ബന്ദിന്റെ വേളകളിൽ സമര സന്ദർഭങ്ങളിൽ ചില ആളുകൾ, ഒറ്റപ്പെട്ട ചില ആളുകൾ ആ സമരങ്ങളുടെ അല്ലെങ്കിൽ ബന്ദിന്റെ ഹർത്താലിന്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ച് ചില ക്രൂരതകൾ കാണിക്കുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. അവ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഹർത്താല് അല്ലെങ്കിൽ ബന്ദ്, അതുമല്ലെങ്കിൽ സമരം നടത്തിയ സംഘടനയുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്നത് എന്തുമാത്രം വൈരുദ്ധ്യമുള്ളതാണ്, എന്തുമാത്രം അത് ശരിയല്ല എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ലോകത്തിലെ ഏറ്റവും മഹത്തായിട്ടുള്ള വിപ്ലവമായിരുന്നു ഫ്രഞ്ച് വിപ്ലവം. സ്വാതന്ത്ര്യം, സമത്വം ഇതൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോകത്ത് നടന്ന ആദ്യത്തെ വിപ്ലവം എന്നുള്ള നിലയിൽ ഫ്രഞ്ച് വിപ്ലവം മഹത്തായ വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ആ വിപ്ലവത്തിന്റെ ചില ഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള മനുഷ്യത്വരഹിതമായ കൂട്ടക്കൊലകൾ ചരിത്രത്തിന്റെ ഭാഗമാണ്. സെപ്റ്റംബർ മസാക്കർ, ഫ്രഞ്ച് വിപ്ലവകാലത്ത് തീവ്രവാദികളും മിതവാദികളും തമ്മിൽ നടന്ന സംഘർഷങ്ങൾ, അതിലൊക്കെ ആയിരക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജക്കോബൈറ്റ്സും ജിറോണ്ടിസ്റ്റുകളും തമ്മിൽ നടന്ന അത്തരം സംഘർഷങ്ങളും ആ സംഘർഷങ്ങളിൽ മരണപ്പെട്ട ആളുകളുടെ എണ്ണവും ചൂണ്ടിക്കാണിച്ച് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മഹത്വത്തെ ഇന്നേ വരെ ആരും ഇകഴ്ത്തി കാണിച്ചതായി നമുക്ക് കേട്ട് കേൾവിയില്ല.
റഷ്യൻ വിപ്ലവത്തിന്റെ സമയത്തും വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ആളുകളുടെ സംഘടനയുടെ ലക്ഷ്യത്തിന് വിരുദ്ധമായി അരുതായ്മകൾ നടന്നു. ആ അരുതായ്മകൾ പക്ഷേ റഷ്യൻ വിപ്ലവത്തിന്റെ മഹത്വത്തിന് മങ്ങലേൽപ്പിച്ചിട്ടില്ല. മഹാത്മാഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ സ്പിരിറ്റിനെതിരായിരുന്നു ചൗരി ചൗരയിൽ നടന്ന പോലീസ് സ്റ്റേഷൻ ആക്രമണവും 22ഓളം പോലീസുകാർ ചുട്ടരിക്കപ്പെട്ട സംഭവവും. ഈ സംഭവത്തെ മുൻനിർത്തി ഗാന്ധിജി ആരംഭിച്ച നിസ്സഹകരണ പ്രസ്ഥാനം ആക്രമണോത്സുകമായ ഒരുപാട് ഇതിന് സമാനമായ അധ്യായങ്ങൾ ഉണ്ടാക്കിയതായിരുന്നു എന്ന് പൊതുവൽക്കരിച്ച് ആരും പറഞ്ഞതായി കേട്ടിട്ടില്ല. നമ്മളുടെ കൺമുന്നിൽ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ, സംഘടനകൾ നടത്തുന്ന സമരങ്ങൾക്കിടയിൽ നടക്കുന്ന ഒറ്റപ്പെട്ട അതിക്രമങ്ങൾ ചൂണ്ടിക്കാണിച്ച് ആ സമരത്തിന്റെ പൊതു സ്വഭാവത്തെ തന്നെ മോശമായി ചിത്രീകരിക്കുന്ന പ്രവണത നമ്മൾ ആരും കണ്ടിട്ടില്ല. ഇതാണ് പൊതുവായി എല്ലാ സമരങ്ങളുടെയും വിപ്ലവങ്ങളുടെയും മുന്നേറ്റങ്ങളുടെയും ചരിത്രത്തിൽ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്. ആ മാനദണ്ഡം മലബാർ കലാപത്തിന് മാത്രം വെച്ചുകൊടുക്കാൻ കഴിയില്ല എന്ന് വാശി പിടിക്കുന്നത് എന്തർത്ഥത്തിലാണ് എന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ആലി മുസ്ലിയാരും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ആളുകളാണ്. ഇരുവരും തികഞ്ഞ ദേശഭക്തരായ കോൺഗ്രസ്സുകാരായിരുന്നു. ആലി മുസ്ലിയാർ തന്റെ ജീവിതത്തിന്റെ അവസാനം വരെയും ധരിച്ചത് ഖദർ വസ്ത്രമായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി കോൺഗ്രസ്സുകാരനായിരുന്നു എന്നു മാത്രമല്ല, കോൺഗ്രസിന്റെ ഒരു മെമ്പർഷിപ്പ് തന്റെ ഒരു സുഹൃത്തിന് കൊടുക്കാൻ വേണ്ടി 8 കിലോമീറ്റർ അദ്ദേഹം നടന്നുപോയതും ചരിത്രതാളുകളിൽ ഇടം നേടിയിട്ടുള്ള വസ്തുതയാണ്. 1906 സർവേന്ത്യ മുസ്ലിം ലീഗ് ഢാക്കയിൽ രൂപീകൃതമായി. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ മേധാവിത്വമുള്ള എല്ലാ മേഖലകളിലും സർവേന്ത്യ മുസ്ലിം ലീഗിന് യൂണിറ്റുകൾ ഉണ്ടായി. എന്നാൽ മുസ്ലിങ്ങൾക്ക് സാമാന്യം മേൽക്കോയ്മയുണ്ടായിരുന്ന ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിൽ ആ സർവേന്ത്യ മുസ്ലിം ലീഗിന് ഒരു യൂണിറ്റ് പോലും സംഘടന രൂപവൽക്കരിക്കപ്പെട്ട് 10-15 വർഷങ്ങൾ പിന്നിട്ടിട്ടും ഉണ്ടായില്ല എന്നുള്ളത് പ്രത്യേകമായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. ഈ മേഖലയിലുള്ള ആളുകൾ വിഭാഗീയമായി ചിന്തിച്ചിരുന്നു എങ്കിൽ, വർഗീയമായി ആലോചിച്ചിരുന്നു എങ്കിൽ അവര് കോൺഗ്രസ് വിട്ട് പല ഭാഗത്തും മുസ്ലിങ്ങൾ അണിനിരന്നത് പോലെ സർവേന്ത്യ മുസ്ലിം ലീഗിൽ അണിനിരക്കുന്ന സ്ഥിതി ഉണ്ടാകുമായിരുന്നു. ആലി മുസ്ലിയാരായാലും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ആയാലും സമരത്തിന് നേതൃത്വം കൊടുത്ത മറ്റുള്ളവർ ആയാലും അവരെല്ലാം കോൺഗ്രസിൽ അടിയുറച്ച് നിന്ന് പൊരുതിയിട്ടുള്ളവരാണ്. മഹാത്മാഗാന്ധിയുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ആലി മുസ്ലിയാരും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും കോഴിക്കോട് കടപ്പുറത്തേക്ക് പോയത് അവർ പ്രസംഗം കേട്ട് ആവേശഭരിതമായി മടങ്ങി വരുന്നത്, ഇതെല്ലാം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള വസ്തുതകളാണ്. ലക്ഷ്യസാക്ഷാത്കാരത്തിന് ബ്രിട്ടീഷുകാരുടെ ആക്രമണത്തോട് അതേ രീതിയിൽ തന്നെ പ്രതികരിക്കണം എന്ന് അവര് വിശ്വസിച്ചു. അതിനനുസൃതമായി അവരവരുടെ പ്രവർത്തന പന്ഥാവ് രൂപപ്പെടുത്തുകയും ചെയ്തു. ഗാന്ധിജി മുന്നോട്ട് വെച്ച നിസ്സഹകരണം അല്ലെങ്കിൽ അഹിംസാ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായ സമരമുറ ഏറനാട്ടിലെയും വള്ളുവനാട്ടിലെയും മാപ്പിളമാർ സ്വീകരിച്ചില്ല എന്നുള്ളത് ശരിയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കാലാകാലങ്ങളായി അനുഭവിക്കുന്ന മർദ്ദനമുറകൾക്ക് അന്ത്യം കുറിക്കപ്പെടുമെന്നവർ വിശ്വസിച്ച
ഒരു മുന്നേറ്റത്തിൽ അത്തരം വഴികളെക്കുറിച്ച് അവർക്ക് ആലോചിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. തിരൂരങ്ങാടിയിൽ വെടിപൊട്ടിയതോടുകൂടിയാണ് ആക്രമണോത്സുകമായ ഒരു തലത്തിലേക്ക് സമരം വഴിമാറിപ്പോകുന്നത്. നിരായുധരായ നിരപരാധികളായ മനുഷ്യരുടെ മേൽ ബ്രിട്ടീഷുകാര് വെടി ഉതിർത്തത് മാപ്പിളമാരെ വല്ലാതെ പ്രകോപിപ്പിച്ചു. സത്യത്തിൽ ആ സമരം അർത്ഥവത്തല്ലായിരുന്നു എങ്കിൽ, ഏതെങ്കിലും ഒരു മതസമുദായത്തിന് ഹിന്ദു സഹോദരന്മാർക്ക് എതിരായിരുന്നു എങ്കിൽ, ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് ആ സമരമുഖത്ത് ആദ്യാവസാനം നിറഞ്ഞു നിന്നത് എങ്ങനെയായിരുന്നു? MP നാരായണ മേനോൻ മാപ്പിളമാർക്ക് വേണ്ടി അറസ്റ്റ് വരിച്ചത് എന്തിനായിരുന്നു? ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ ഖിലാഫത്ത് സ്മരണകൾ, MP നാരായണ മേനോന്റെ 1921 കലാപത്തിലെ പങ്കാളിത്തത്തെ കുറിച്ച് വിശദീകരിക്കുന്ന ഡോക്ടർ MBS മേനോൻ രചിച്ച മലബാർ ലഹള, MP നാരായണ മേനോനും സഹപ്രവർത്തകരും എന്ന ഗ്രന്ഥം, ഇവയൊക്കെ നമ്മളോട് പറയുന്നത് ഒരിക്കലും 1921 മലബാർ കലാപം ഇൻ ടോട്ടോ മൊത്തത്തിലെടുത്താൽ അത് ഹിന്ദു വിരുദ്ധമായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങളെ ചൂണ്ടിക്കാണിച്ച് ഒരു സമരത്തെയും ആ സമരത്തിന്റെ നായകന്മാരെയും വർഗീയവൽക്കരിക്കുകയും മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന പ്രവണത രാജ്യത്തുള്ള ജനങ്ങളെ ആത്യന്തികമായി ഭിന്നിപ്പിക്കുവാനുള്ളതാണ്. ബ്രിട്ടീഷുകാരാണ് 1921 കലാപം ഹിന്ദു വിരുദ്ധ കലാപമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഭൂജന്മിമാർക്കെതിരായിട്ടുള്ള സമരം എന്നുള്ള നിലയിൽ കത്തിപ്പടർന്നപ്പോൾ സ്വാഭാവികമായും അന്ന് ഭൂമിയുടെ ഉടമസ്ഥാവകാശം കൈവശം വെച്ചിരുന്നവരിൽ മഹാഭൂരിഭാഗവും ഹിന്ദു ജന്മിമാരായിരുന്നു. ഖാൻ ബഹദൂർ പട്ടം കിട്ടിയ മുസ്ലിം പ്രമാണിമാരും അക്കൂട്ടത്തിൽ വിരളമായിട്ടാണെങ്കിലും ഉണ്ടായിരുന്നു. ഭൂജന്മിമാർക്കെതിരെ സമരം ഉയർക്കൊണ്ടപ്പോൾ അതിൽ നിന്ന് മുസ്ലിം ഭൂജന്മിമാർ ഒഴിവാക്കപ്പെട്ടില്ല. ഹിന്ദു ഭൂജന്മിമാർ എങ്ങനെയാണോ ആളുകളെ ചൂഷണം ചെയ്തത്, കുടിയാന്മാരെ ചൂഷണം ചെയ്തത്, സമാനമായ രീതിയിൽ തന്നെയാണ് മുസ്ലിം ജന്മിമാരും കർഷകരെ ചൂഷണം ചെയ്തത്. ചൂഷണത്തിന് മതത്തിന്റെ അടിസ്ഥാനത്തിൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസവും ഉണ്ടായിരുന്നില്ല എന്ന് അർത്ഥം. അവരുടെ മതസ്വത്വങ്ങളെക്കാൾ ജന്മിമാരുടെ ജന്മിത്വ മനസ്ഥിതിക്കായിരുന്നു മുൻതൂക്കം. കലാപം അടിച്ചമർത്തപ്പെട്ടു. വലിയ ദുരന്തങ്ങളും ദുരിതങ്ങളും മലബാറിൽ ഉണ്ടായി. ഞാൻ എൻ്റെ ഗവേഷണ സമയത്ത് ശ്രദ്ധിച്ചൊരു കാര്യം, സമരത്തിന്റെ പോർക്കളമായി ചിത്രീകരിക്കപ്പെട്ടിരുന്ന മേഖലയിൽ പെടുന്ന ഒരു പ്രദേശമായിരുന്നു കോട്ടക്കൽ. കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ഒരു ഓട് പോലും കലാപകാരികൾ കല്ലെടുത്തെറിഞ്ഞ് പൊട്ടിയെന്ന് എവിടെയും പരാമർശിക്കപ്പെട്ടിട്ടില്ല. വൈദ്യരത്നം PS വാര്യർ തന്നെ കാണാൻ വന്ന കലാപകാരികൾ പറഞ്ഞ കാര്യങ്ങൾ സശ്രദ്ധം കേട്ടു. അവരോട് ബ്രിട്ടീഷുകാർക്കെതിരായി സമരം ചെയ്താൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുമുണ്ട്. യുദ്ധഫണ്ടിലേക്ക്, സമരഫണ്ടിലേക്ക് 500 രൂപ അദ്ദേഹം സംഭാവനയായി നൽകി. അവർക്കാവശ്യമായിട്ടുള്ള നെല്ലും PS വാര്യർ നൽകിയതായി അദ്ദേഹത്തിന്റെ തന്നെ ജീവചരിത്രം എഴുതിയിട്ടുള്ള ഗ്രന്ഥകാരൻ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. PS വാര്യർ കലാപം അടിച്ചമർത്തിയതിനു ശേഷം മുസ്ലിം സ്ത്രീകളും കുട്ടികളും അനുഭവിക്കുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും അധികാരികളെ രേഖാമൂലം എഴുതി അറിയിച്ചു. ഹിന്ദു പത്രം അക്കാലത്ത് PS വാര്യരുടെ ആ അഭ്യർത്ഥന, സർക്കാരിനോടുള്ള ആവശ്യപ്പെടൽ പ്രസിദ്ധീകരിച്ചിരുന്നു. PK വാര്യർ തന്റെ ആത്മകഥയിൽ
മാപ്പിളമാരോട് കാണിച്ച ക്രൂരതകളെക്കുറിച്ച് സവിസ്തരം പ്രതിപാദിക്കുന്നു. സത്യത്തിൽ അക്കാലത്ത് കോൺഗ്രസ് പല കാരണങ്ങൾ കൊണ്ടും കലാപത്തിൽ ചില അരുതായ്മകൾ ഉണ്ടായി എന്നുള്ളതിന്റെ പേരിൽ കലാപത്തെ മുഴുവൻ തള്ളിപ്പറഞ്ഞു, കലാപകാരികളെ കൈയൊഴിഞ്ഞു. അതോടുകൂടി തങ്ങൾ ജീവനതുല്യം സ്നേഹിച്ച കോൺഗ്രസ് തങ്ങളെ വഞ്ചിച്ചു എന്നുള്ള വികാരം ഏറനാട്ടിലെയും വള്ളുവനാട്ടിലെയും മാപ്പിളമാരിൽ ശക്തമായി. സാമുദായിക രാഷ്ട്രീയത്തിന്റെ വിത്ത് പാകുന്ന സാഹചര്യത്തിലേക്ക് ഈ മേഖല മാറുന്നത് ആ കൊടിയ വഞ്ചനയുടെ, ചതിയുടെ ചരിത്രത്തിൽ നിന്നാണ്. മലബാർ കലാപത്തെ സ്വാതന്ത്ര്യ സമരമായി അംഗീകരിക്കാൻ 1970 വരെ ഇന്ത്യ ഗവൺമെന്റ്, കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ തയ്യാറല്ലായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ആദ്യമായി മലബാർ കലാപത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി കണക്കാക്കിയതും ധീരന്മാരായിട്ടുള്ള പോരാളികളുടെ, രക്തസാക്ഷികളുടെ പിന്മുറക്കാർക്ക് അവരുടെ മനസ്സിൽ കുളിർമഴ പെയ്യുന്ന പ്രസ്താവനകൾ പുറപ്പെടുവിച്ചത്. EMSന്റെ ആഹ്വാനവും താക്കീതും എന്ന പുസ്തകം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കലാപവുമായി ബന്ധപ്പെട്ട നയരേഖയാണ്. ചില അരുതായ്മകൾ കലാപത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നതോടൊപ്പം തന്നെ ആ സമരത്തിന് നേതൃത്വം കൊടുത്ത വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയോ ആലി മുസ്ലിയാരോ അതിൽ പങ്കെടുത്ത മഹാഭൂരിപക്ഷം വരുന്ന ആളുകളോ വർഗീയമായി ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിരുന്നില്ല എന്ന് അടിവരയിട്ട് പറയുന്നുണ്ട്. കമ്പളത്ത് ഗോവിന്ദൻ നായർ രക്തസാക്ഷികളെ പുകഴ്ത്തിക്കൊണ്ട്, അവരെ വാഴ്ത്തിക്കൊണ്ട് എഴുതിയിട്ടുള്ള വരികൾ പ്രസിദ്ധീകരിച്ചു എന്നുള്ളതിന്റെ പേരിലാണ് ദേശാഭിമാനി വീക്കിലി കണ്ടുകെട്ടുന്ന സ്ഥിതി ഉണ്ടായത്. 2 പ്രാവശ്യം മലബാർ കലാപത്തെ അനുകൂലിച്ചു എന്നുള്ളതിന്റെ പേരിൽ ദേശാഭിമാനിക്ക് അധികാരികളിൽ നിന്ന് പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയും തൽക്കാലത്തേക്കെങ്കിലും പ്രസിദ്ധീകരണം നിർത്തിവെക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രസിദ്ധീകരണത്തിനും അങ്ങനെ ഒരു ഗതി വന്നിട്ടില്ല എന്നുള്ളത് കൂടി നാം ഓർമ്മിക്കുക. സഖാവ് AK ജി 1921 മലബാർ കലാപത്തിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗത്തിൽ കലാപത്തിൽ രക്തസാക്ഷികളായിട്ടുള്ള വീരപുരുഷന്മാരെ അങ്ങേയറ്റം വാഴ്ത്തുകയും അവരെ ശരിയാം വിധം കാണാൻ തയ്യാറാകാത്ത കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നിലപാടിനെ അതിനിശ്ചിതമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. 1921 മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നടന്ന പഠനങ്ങൾ, പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ, ലേഖനങ്ങൾ, പ്രസംഗങ്ങൾ ഇവയെല്ലാം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം അവയിൽ മഹാഭൂരിഭാഗവും കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരും ഇടതുപക്ഷ ബുദ്ധിജീവികളും ഇടതുപക്ഷ എഴുത്തുകാരും എഴുതിയിട്ടുള്ളതും പ്രസംഗിച്ചിട്ടുള്ളതുമാണ് എന്ന് വ്യക്തമാകുന്നതാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം മുതൽ എടുത്തിട്ടുള്ള സമീപനം, ആ സമീപനം ഇപ്പോഴും അവർ തുടരുന്നു. എന്നാൽ കോൺഗ്രസ് 1970 വരെ അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. BJP ഇപ്പോൾ കോൺഗ്രസ് സ്വാതന്ത്ര്യത്തിന് ശേഷം 70 വരെ സ്വീകരിച്ച സമീപനം സ്വീകരിക്കാനാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ോളം മലബാർ കലാപ രക്തസാക്ഷികളെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. ഇത് ചരിത്രത്തോട് ചെയ്യുന്ന ക്രൂരത മാത്രമല്ല, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഒരു ജനതയോട്, ഒരു സമൂഹത്തോട്, അവരുടെ പുതിയ കാലത്തെ തലമുറയിൽപ്പെടുന്നവരോട് ചെയ്യുന്ന മഹാപരാധമാണ്.
നാട്ടിൽ വലിയ തോതിലുള്ള വർഗീയ കലാപം ഉണ്ടാക്കുന്നതിന് വഴിമരുന്നിടുക എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലെ ലക്ഷ്യം. ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് കലാപകാലത്ത് എന്ന് പറയുന്നവരോട് ഒരേ ഒരു വാക്ക് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ബ്രിട്ടീഷ് അനുകൂലികളായിട്ടുള്ളവർ, കലാപത്തെ ഒറ്റുകൊടുത്തവർ ക്ഷേത്രങ്ങളിൽ അഭയം തേടിയപ്പോ ആ ക്ഷേത്രങ്ങൾ കലാപകാരികൾ ആക്രമിച്ചിട്ടുണ്ടാകാം. ക്ഷേത്രങ്ങൾ മാത്രമല്ല ആ സമയത്ത് കലാപകാരികൾ ആക്രമിച്ചത്. കൊണ്ടോട്ടി തങ്ങൾ, അദ്ദേഹം ബ്രിട്ടീഷ് അനുകൂലിയായിരുന്നു. കലാപത്തെ ഒറ്റുകൊടുക്കുന്നു എന്ന് കേട്ടപ്പോൾ വാര്യംകുന്നത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് കൊണ്ടോട്ടി പള്ളി ആക്രമിക്കപ്പെട്ടത്. കൊണ്ടോട്ടി പള്ളിക്ക് വെടിയുതിർത്തിട്ടുണ്ട് കലാപകാരികൾ. തിരിച്ചിങ്ങോട്ടും വെടിയുതിർക്കപ്പെട്ടിട്ടുണ്ട്. ബ്രിട്ടീഷ് അനുകൂലികൾ പള്ളിയിലാണോ ക്ഷേത്രത്തിലാണോ അഭയം തേടിയത് എന്ന് നോക്കി രണ്ട് സമീപനങ്ങൾ ക്ഷേത്രത്തോടും പള്ളിയോടും സ്വീകരിച്ചതായിട്ടും ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഇതാണ് വസ്തുതയെന്നിരിക്കെ, ഇതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ വക്രീകരിച്ച് ചരിത്രത്തെ വളച്ചൊടിച്ച് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പിന്റെ വിത്തുപാകാൻ ആര് ശ്രമിച്ചാലും അതിനെതിരായിട്ടുള്ള നിലപാടാണ് യഥാർത്ഥ ചരിത്രകാരന്മാരും അക്കാഡമിക് സമൂഹവും മതേതര മനസ്സുള്ളവരും ഇടതുപക്ഷ ബോധമുള്ളവരും സ്വീകരിക്കുന്നത് എന്നുള്ളത് ആശാവഹമായിട്ടുള്ള കാര്യമാണ്. ഈ 100ാം വാർഷിക പരിപാടി മുസ്ലിം തീവ്ര മനസ്സുള്ളവർക്ക് ആഘോഷിക്കാൻ വിട്ടുകൊടുക്കാതെ അത് എന്താണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള അവസരമാക്കി ഉപയോഗിച്ച് നാട്ടിൽ മൈത്രിയും സൗഹൃദവും പൂത്തുലയുന്ന സ്ഥിതി തുടരുന്ന സാഹചര്യത്തിന് പശ്ചാത്തലമൊരുക്കിയിരിക്കുന്നത് ഇടതുപക്ഷാഭിമുഖ്യമുള്ള സംഘടനകളാണ് എന്നുള്ളത് കുറച്ചൊന്നുമല്ല നമുക്ക് സന്തോഷം നൽകുന്നത്. ഇത് മുസ്ലിം പക്ഷത്തെ തീവ്രവാദികൾ ഒരു വലിയ ഏകപക്ഷീയ ആഘോഷമാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഹിന്ദുപക്ഷത്തെ തീവ്രവാദികൾ ഇതിനെ ഏറ്റവും മോശമായി ചിത്രീകരിച്ച് വളരെ പ്രതിലോമപരമായ ഒരു ചിന്തക്ക് തുടക്കം കുറിക്കുവാനും ഒരുമ്പെടുകയാണ്. ഈ രണ്ട് തീവ്രവാദ ധാരകളെയും അവഗണിച്ച് യഥാർത്ഥ വസ്തുത എന്തെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനുള്ള അവസരമായി 1921 ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന്റെ 100ാം വാർഷികത്തെ കാണുകയും അത് ഏറ്റെടുക്കുകയും ചെയ്ത ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള സംഘടനകളോട്, CPIM-നോട്, DYFI-യോട്, CPI ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ മറ്റു സംഘടനകളോട്, പുരോഗമന കലാസാഹിത്യ സംഘത്തോട്, കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിനോട്, മറ്റു സംഘടനകളോട്, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഉൾപ്പെടെയുള്ള സംഘടനകളോട് എൻ്റെ കടപ്പാടും നന്ദിയും ഞാൻ രേഖപ്പെടുത്തുകയാണ്. കാലത്തിന്റെ ചുവരെഴുത്ത് മനസ്സിലാക്കി സന്ദർഭത്തിനൊത്ത് ഉയർന്ന് പ്രവർത്തിക്കാൻ അവർക്ക് കഴിഞ്ഞത് മലബാറിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതി വെക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ വെബിനാറിനെ അഭിവാദ്യം ചെയ്ത് ഇതിന്റെ മുഖ്യ സംഘാടകനായ KT കുഞ്ഞിക്കണ്ണനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഇതിന് നേതൃത്വം നൽകിയ സംഘത്തെ പ്രത്യേകം ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.